മൂഞ്ചി മൂഞ്ചി അതായത് ഈ ഇന്ത്യൻ ടു കണ്ട എക്സ്പീരിയൻസ് എപ്പடி இருந்தேன் தம்பின்னு கேட்டால் ஐயோ ഇതാണ് അവസ്ഥ. പണ്ടാരടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ സിനിമേനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ശങ്കർ എന്താണ് ഈ സിനിമേനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ അതിനോട് റെസ്പെക്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇതോടെ തീരുമാനമാകും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. താത്ത വരാറെ കതറ വിട്ട പോരാറെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കതറ വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തിയേറ്ററിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് പിന്നെയും അവര് പിടിച്ചിരുന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വല്ലാത്തൊരു ശാന്തത എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണായിരുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഒരു വല്ലാത്ത മൂകത തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഒരു ശബ്ദമില്ല, ശല്യമില്ല, ഒന്നുമില്ല. കുറെ പേര് ഉറങ്ങുന്നു, കുറെ പേര് ആ ഒരു കയറിപ്പോയ നിമിഷത്തിനെ സ്വയം പഴി ചേർത്തിക്കൊണ്ട് നെഞ്ചത്തടിച്ചിരിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു കാഴ്ചയാണ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതായത് അത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. അതിലൊന്ന് സേനാപതി എന്നൊരു സാധനം ഉണ്ട് അതില്. ഈ പാട്ട് അനിരുദ്ധ് ചെയ്യിപ്പിക്കുമ്പോ ഈ പാട്ടുകാരനോട് മിക്കവാറും പറഞ്ഞിട്ടുണ്ട് അതിന്റെ നോട്ട്സ് കറക്റ്റ് ആവണം. അപ്പൊ അയാള് സേനാപതി പിന്നെ പറഞ്ഞ അല്ല അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ വീണ്ടും സേനാപതി എന്നൊക്കെ പറഞ്ഞ് പാടിപ്പിച്ചിട്ടുണ്ടാവും. അത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. അത് അങ്ങനെ ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ മുമ്പിലിരിക്കുന്ന സീറ്റിൽ തല തല്ലി ചാകും. അങ്ങനത്തെ ഒരു ഫീലാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇതുകൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സേനാപതി പണ്ടാരമായത് പോകുന്നുമില്ല. ആ സാധനം ഒരൊറ്റ തവണ മാത്രമേ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു സമാധാനം എന്തായാലും ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ്. 2, ഇതില് സേനാപതി മർമ്മ ചികിത്സയാണ് ഇതിൽ നടക്കുന്നത്. സേനാപതി നാഡി നരമ്പ് മർമ്മ ചികിത്സ. അങ്ങനെ മർമ്മ ചികിത്സ ചെയ്യുന്ന ഈ സേനാപതി എങ്ങനെയൊക്കെയോ പണ്ടാരാണെങ്കിൽ എവിടേക്കോ കുത്തിത്തിരികി വില്ലന്റെ അടുത്ത് എത്തിയതിനു ശേഷം ഈ മർമ്മം നോക്കി ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ അയാൾ പെട്ടെന്ന് കുതിരയായിട്ട് മാറും. ഇങ്ങനെ മാറും. എന്നിട്ട് ഈ സൗണ്ട് ഉണ്ട് പോകുമ്പോ കുളമ്പടിക്കണ സൗണ്ട്. എന്നിട്ട് പുള്ളി ഇങ്ങനെ പോകാണ് വില്ലൻ. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. റോഡ് മുഴുവൻ കിലോമീറ്റർ നേരം ഓടി മൂക്കിലൂടെ ചോര വന്ന് തളർന്ന് വീണ അവസാനം കുതിര മരിക്കണ പോലെ തന്നെ ഒരു കാറ്റും വിട്ട് പുള്ളി ഹെഡ്. അപ്പോഴും കുളമ്പ് ഇങ്ങനെ എന്ന് പറഞ്ഞ അടിക്കുന്നുണ്ടോ. ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് സേനാപതിനെ വെച്ചിട്ട്. സേനാപതിനോട് എന്തോ ഒരു വൈരാഗ്യം ഉണ്ടായിട്ട് സ്വന്തം സൃഷ്ടിയായിട്ടുള്ള സേനാപതിനെ ശങ്കർ തന്നെ തല്ലിക്കൊന്നിക്കുകയാണ്. സുഹൃത്തുക്കളെ, തല്ലിക്കൊന്നിരിക്കുകയാണ്. അതും വെറുതെ തല്ലിക്കൊന്നിരിക്കുകയല്ല, നാണം കെടുത്തി പണ്ടാരടങ്ങിയ ആളുകളുടെ മുമ്പിൽ മൊത്തം ഒറ്റപ്പെടുത്തി അങ്ങനെ തല്ലിക്കൊന്നിരിക്കുകയാണ് സേനാപതിനെ. ഇതോടുകൂടി സേനാപതിയുടെ ഒരു അധ്യായം ഇവിടെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു അഹങ്കാരവും മിക്കവാറും എല്ലാവർക്കും തീരും. വിക്രം സിനിമയിലൂടെ വലിയ കംബാക്ക് നടത്തി കമൽഹാസൻ ഉലകനായകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂട്ടില് വാണം കത്തിച്ച് ഒരൊറ്റ വിടൽ വിട്ടിട്ടുണ്ട് തിരിച്ച്. കമൽഹാസനെ ശങ്കർ അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഏറുമല്ല, ഏറും കഴിഞ്ഞ ആകാശം ചന്ദ്രനായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു സിനിമ, വളരെ വെറുപ്പിക്കലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒന്നും സഹിക്കൂല. ക്ലൈമാക്സ് ഒക്കെ എന്ത് അപരാധമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപരാധം, അക്ഷരം തെറ്റാ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. കണ്ട് സഹിച്ചിരിക്കുന്ന ആളുകളെ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്നെ നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ അങ്ങനെ കണ്ട് സഹിച്ചിരുന്നിരിക്കുകയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അമ്മാതിരി ബോറാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും കൊള്ളില്ലാത്ത സിനിമ. ഇവര് മുമ്പോട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ അതൊക്കെ ഇങ്ങനെ നശിപ്പിക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ ഇങ്ങനെ കൊല്ലണോ എന്ന് ചിലപ്പോ കമൽഹാസൻ തന്നെ ഇതിനു ശേഷം ചോദിക്കും ശങ്കറിനോട്. എനിക്ക് തോന്നുന്നു ശങ്കറൊക്കെ ഗ്യാസ് പോയ ഡയറക്ടറുടെ അവസ്ഥയായിട്ടുണ്ട്. എന്തിരൻ 2 ഒന്നും സഹിക്കൂല. ദെൻ അതിനുശേഷം ഇവിടെ വരുമ്പോൾ വളരെ മോശം അവസ്ഥയാണ്. ഇതിലാകെ പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ പറയണം. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇല്ല, ഒരു 25 മിനിറ്റ്
ഗംഭീരമായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. തുടക്കം മുതൽ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എൻഗേജ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇറക്കി കൊണ്ടുപോയിട്ട് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ വിഷ്വൽസ്, അതിന്റെ ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഗംഭീരം. ഒരു സ്ഥലത്ത് നായകനും സംസാരിക്കുന്നിടത്ത് അനാവശ്യമായിട്ട് കുറെ ഇങ്ങനെ തല ഇറങ്ങുന്ന പോലെ കുറെ ക്യാമറ ഇട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് കുറെ സംഭവങ്ങളുണ്ട്. അതൊഴികെ ബാക്കി എല്ലാ ക്യാമറ മൂവ്മെന്റ്സും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. വിഷ്വൽ ഞാൻ പറഞ്ഞത് ചില ഹോളിവുഡ് സിനിമയിലേക്ക് കാണുന്ന പോലെ സ്ട്രീറ്റിലൂടെ ചായ കുടിച്ച് വരുന്ന പോലത്തെ ചില സീൻസ് ഒക്കെ ഉണ്ടാവും. ഇത് ആക്ച്വലി സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള സ്ഥലം. അത് മേക്ക് ചെയ്തിരിക്കുന്ന, സെറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ താത്ത വരുന്നത്. താത്ത വരുന്നതിന് മുമ്പ്, അത് അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം, താത്ത അവിടെ പോട്ടെ. അതിന് മുമ്പ് പറയേണ്ടത്, ഇതിൽ തുടക്കത്തിലെ കം ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ അതിന്റെ ഫീൽ, അതിന്റെ ഓളം ഭയങ്കരമായിരുന്നു. അതുപോലെ ഒരു മിസ് വേൾഡോ മിസ് ഇന്ത്യയോ അങ്ങനെ ഒരു അവർ അഭിനയിച്ചിട്ടുള്ള ഒരു വന്ന് 4 ചാട്ടം ചാടിയിട്ടുള്ള കുറച്ച് സോങ് ഉണ്ട്. അതും നല്ല ഫീൽ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഖദറവിടെ പോരാറൊക്കെ വന്നപ്പോഴേക്ക് ആളുകളുടെ ആ ഒരു ഒതുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ പോയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് അതൊക്കെ നമ്മൾ അങ്ങനെ സഹിച്ച് നമ്മൾ ഇരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ താത്തയുടെ എൻട്രി വന്ന് ക്ലോസപ്പിൽ കമലഹാസനെ കാണിച്ചു. അവിടെ പോയി പരിപാടി. പിന്നെ നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇരുത്തത്തിൽ. ഇങ്ങനെ എന്താണ് സംഭവിക്കണം ഒരു പിടുത്തമല്ല. പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് എൻഡ് വരെ ഈ ഒരു ഇരുത്താണ്. ഒരു പ്രത്യേക നിമിഷത്തിൽ നമുക്ക് മനസ്സിലാവും മൂഞ്ചി. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആ ഒരു ഇരുത്തിരുന്നാൽ മതി. എന്തായാലും കാണന്നെ, തീർക്കന്നെ. എന്തരാണല്ലേ. കണ്ടനുഭവിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണേ. കാണാൻ പോകുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണേ. കണ്ടിട്ട് വന്നിട്ട് കമന്റിൽ രേഖപ്പെടുത്തിയാലും മതി. ഈ പറഞ്ഞ 3-4 സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. സേനാപതി, അതും പിന്നെ കുതിരി.